ഹലോ കല്ലൂസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും കണ്ടിട്ട് ഒത്തിരി ദിവസങ്ങളായല്ലേ. കുറച്ച് ആരോഗ്യ വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ റെഗുലറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഉപ്പുസോഡ വേണമെന്നും പറഞ്ഞതേ നമ്മൾ പോകുന്ന അടുത്ത കവലിൽ തന്നെ ഉപ്പുസോഡ കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. ഞാനും കല്ലൂസും വണ്ടിക്കകത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഉപ്പുസോഡയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ഉപ്പുസോഡയും കൊണ്ട് വരുന്നുണ്ട്. കല്ലൂസിന് പിന്നെ എന്നാ വേണ്ടേ? ഇത് മധുരം. രണ്ടു കൈ കൊണ്ട് പിടിക്കാവോ? ഇത് ഉപ്പ് നോക്കട്ടെ. അതെങ്ങനെയാന്ന് കൂടെ കാണിക്കേ. ചെണ്ട കൂട്ടുന്നേ അത് തിരിച്ചു വെച്ച് കാണിച്ചാലേ കാണത്തുള്ളൂ. തിരിച്ചു വെക്ക. സൂപ്പർ. ഇഷ്ടായോ കല്ലൂസിന്? പിന്നെ ജീപ്പ് അതും മിഠായി അല്ലേ. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഇറങ്ങിയത് കല്ലൂസിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏറ്റുമാനൂരുള്ളൊരു ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിന് മുന്നേ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. സ്പായൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ കല്ലൂസിനെയും കൊണ്ട് വന്നത്. ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കിഡ്സിൻ്റെ ഒക്കെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റിയൊരു കിടിലം കട തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഓഫേഴ്സൊക്കെ നടത്തുന്നുണ്ട്. മിക്കപ്പോഴും തന്നെ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇവർ ഓഫേഴ്സൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പേജ് ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ആ ഓഫറൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കല്ലൂസ് എന്തായാലും കല്ലൂസിൻ്റെ ഹെയർ കട്ടിങ് നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും ഞാൻ മടുത്തു പോയായിരുന്നു. അതുകൊണ്ട് അടുത്ത സീറ്റ് കയറി ഞാനും ഇരുന്നു. അങ്ങനെ ഇച്ചായൻ വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഞാൻ ക്യാമറ തിരിച്ചത്. അന്നേരം ആളുടെ ഫേസേ മാറി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കല്ലൂസിൻ്റെ ഹെയർ കട്ടിങ് ഒക്കെ കണ്ട് കുറേ നേരം അങ്ങനെ അങ്ങ് ഇരുന്നു. പിന്നെ ഞാൻ കൂടുതലും അവിടുത്തെ ഓഫേഴ്സിനെ കുറിച്ചാണ് കേട്ടോ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ പോയി. അവിടെ ചെന്ന് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ ഏകദേശം തീരുമാനമായതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ ഉത്സവം തുടങ്ങിയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉത്സവം നമുക്ക് പിന്നീട് കാണാം. പിന്നീട് ഉത്സവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വിശപ്പങ്ങ് വന്ന് കയറിയായിരുന്നു. അങ്ങനെ നേരെ നമ്മുടെ ഏറ്റുമാനൂർ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. അവിടെ പോയി ഫുഡ് കഴിച്ചു. കുറച്ച് അലമ്പായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ചുരിദാറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 ജോഡി മേടിച്ചു. അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുറേ ലേറ്റായി. ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ കയറി കിടന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.